ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ സ്പെഷ്യലായിട്ട് ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, ആദ്യം നമ്മളൊരു അലുമിനിയം ചട്ടി എടുത്തിട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇടുക. ശേഷം സവാള വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടുക. സവാള ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചതിടുക. അത് കുറച്ച് നേരം നമ്മൾ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ മിക്സിയിൽ ചതച്ചെടുത്തത് നമ്മൾ അതിലേക്ക് ഇടുക. ശേഷം കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആദ്യം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുള്ള കിഴങ്ങാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടണം. ഉപ്പ് കറക്റ്റായിട്ട് ഇന്ന അളവെന്നൊന്നുമില്ല, നമുക്ക് വേണ്ടതിനനുസരിച്ച് ഇങ്ങനെ ഇടാം. പിന്നെ ആ മിക്സിലേക്ക് നമ്മൾ ചിക്കൻ നേരെയാക്കി വെച്ച ചിക്കൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ട വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇട്ടിട്ടുള്ളതാണ് കറുവപ്പട്ടേൻ്റെ ഇല. അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും അതിൻ്റെ മിക്സൊക്കെ ആക്കി വെക്കുക. അതിനുശേഷം നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട്. അത് ഇനി നല്ലോണം വേവട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചും കൂടെ റെഡ് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് അതിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം കൂടെ ഫുള്ള് മിക്സാക്കി വെക്കുക. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് നമ്മളെ മല്ലിച്ചെപ്പ്, കരുവേപ്പിൻ്റെ ഇല അതൊക്കെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ആനിവേഴ്സറി സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരി കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ തുടങ്ങിയ സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഇട്ടു. കൂടെ നമ്മൾ കറുവപ്പട്ടേൻ്റെ ഇല കൂടെ പിച്ചിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ പാർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞു. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വേവിക്കാൻ വെച്ചു. അതിന് ശേഷം വാർത്തെടുത്തു. പിന്നെ നമുക്ക് റൈസിലേക്ക് ഇടാനുള്ള സവാള, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ നെയ്യിലിട്ട് കോരിയെടുത്തു, വറുത്ത് കോരിയെടുത്തു. അതിനുശേഷം ഇതാ റൈസ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടെ പാർന്ന് നല്ലോണം മിക്സാക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഫുള്ള് മഴ, നല്ല മഴയായിരുന്നു. ആ ഒരു സമയത്ത് അടിപൊളി തിമിർത്ത് മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു. കുറച്ച് നേരം ഇപ്പോൾ അടുക്കള ഭാഗത്ത് പോയപ്പോഴത്തേനും ഇതാ ചിക്കൻ്റെ മണം കേട്ടിട്ട് 2 അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അടിപൊളി ടേസ്റ്റായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മധുരം നിർബന്ധമാണല്ലോ. ചോക്കോബാറൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു.